എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം. ഇന്നും ചെടികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കണത്. നമ്മൾ ചിണ്ടൻകുട്ടൻ ഇവിടെയൊക്കെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയാൽ മതി അപ്പം വരും എന്നെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ വിരിയുമ്പോൾ കാണിക്കണമെന്ന് ഷീബ അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. ഇനിയും ധാരാളം മൊട്ടുകളുണ്ട്, എങ്കിലും ഇങ്ങനെ കുറച്ചൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിറയെ മൊട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണിത്. മുഴുവൻ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ? നമ്മുടെ വീട്ടിൽ നല്ലൊരു പൂന്തോട്ടം എങ്ങനെ പരിപാലിക്കാം, ഇതുപോലെ നല്ല പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം, നല്ല ഭംഗിയുള്ള ഇലകളുള്ളൊരു പൂന്തോട്ടം, അതൊക്കെ എങ്ങനെ പരിപാലിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ ചെമ്പരത്തിയിലൊക്കെ എന്തുമാത്രം മൊട്ടാണ്, എന്ത് ചെറിയ ചെടിയാണെന്നറിയോ അത്. ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാൽ മാത്രമാണ് വളരെ മനോഹരമായൊരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പ്രധാനമായിട്ടും നമ്മൾ അവർക്ക് വെള്ളമാണ് വേണ്ടത് ചെടികൾക്ക്, അല്ലേ? നല്ല വേനൽക്കാലം ആകുമ്പോൾ 2 നേരം നനച്ചു കൊടുക്കുക. പക്ഷേ ചില ചെടികൾക്ക് അധികം വെള്ളം പാടില്ല, ചില ചെടികൾക്ക് നല്ലോണം വെള്ളം വേണം. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അഡീനിയം പോലെയുള്ള ചെടികൾക്ക്, അതായത് മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അതുപോലെ വെള്ളം ഒട്ടും വേണ്ടാത്ത ചെടികളാണ്. എന്നുവെച്ചാൽ വെള്ളം വേണം, എന്നും ധാരാളം വെള്ളം കോരി ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെടികളെല്ലാം നശിച്ചു പോകും, ചീഞ്ഞു പോകും. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലുള്ള ചട്ടിയിൽ വേണം അടീനിയൊക്കെ നടാനായിട്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകും, ചെടി ചീത്തയായി പോവില്ല. ചെമ്പരത്തി, ചെത്തി, ബൊഗേൻവില്ല ചെടികൾക്കൊക്കെ നിറയെ വെള്ളം വേണം കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട്. റോസിനൊക്കെ വെള്ളം വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഡ്രൈനേജ് നന്നായിരിക്കണം. നല്ല ഹോൾസ് ഉള്ള ചട്ടിയിൽ വേണം ചെടികൾ എപ്പോഴും നടാനായിട്ട്. എത്ര വെള്ളം വേണമെങ്കിലും അത് ഒഴുകി പോകാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടായിരിക്കണം. ചെത്തി പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ആ മേൽവശത്തെ വശം നമ്മൾ പൂവുണ്ടായ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നാൽ മാത്രമാണ് പുതിയ തളിരുകളൊക്കെ വന്ന് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാവുള്ളൂ. റോസിനും അങ്ങനെ തന്നെയാണ്. റോസാപ്പൂ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് അതങ്ങ് വെട്ടിക്കളയണം. അപ്പോൾ പുതിയ തളിരൊക്കെ വന്ന് ധാരാളം പൂക്കളുണ്ടാവും. അങ്ങനെ ചെടികളെ എപ്പോഴും നമ്മൾ ചീത്തയായ ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഭംഗിയായി സംരക്ഷിച്ചാൽ മാത്രമാണ് ധാരാളം പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൂവുണ്ടായി അതവിടെ കൊഴിഞ്ഞു പോയി, ഇനി വേറെ പൂവുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തു നിൽക്കരുത്. അതിനെ സംരക്ഷിച്ചാൽ മാത്രമാണ് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇത്. ചെടികളെ പരിചരിക്കുമ്പോൾ നമ്മൾ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വേണം അവരോട് സംസാരിച്ച്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനെല്ലാം ചെയ്യുക. എന്താണ് നിങ്ങൾ പൂക്കാത്തത്, വേഗം പൂക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് കേട്ടോ. ഇതിനിടയിൽ കൂടി ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരാളോട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അത് നമ്മുടെ ചിണ്ടൻകുഞ്ഞാണ് കേട്ടോ. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യുമ്പോഴും അതിനിടയിൽ കൂടി കിടന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കും. അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അവന് ദേഷ്യമാണ്. അവനെ എന്താ നോക്കാത്തതെന്നാണ് അവൻ്റെ വിചാരം. ഞാൻ കൊടുക്കുന്ന വളങ്ങൾ NPK, DAP, കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി, ഞാൻ ഉണ്ടാക്കുന്ന ജൈവ വളങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ചെടികൾക്ക്. ചെടികളെല്ലാം നല്ല പൂക്കളായിട്ടൊക്കെ നിൽക്കണുണ്ടോ. ഇത് നമ്മുടെ ചിണ്ടൻകുഞ്ഞിനെ അങ്ങ് കാണിച്ചു തരാം. ഇതാ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹായ് പറയൂ, ഹായ് പറയൂ. ഉറുമ്പൻ ചക്കനാട്ടോ. അഗ്ലോണിമ പോലെയുള്ള ചെടികളിൽ ഇതുപോലെ ഇങ്ങനെ പൂ പോലെ വരും. പൂ തന്നെയാണത്, പക്ഷേ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. അതങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അതെല്ലാം എടുത്ത് കളയുന്നതാണ് നല്ലത്. എല്ലാ അഗ്ലോണിമ ചെടികളിലും അങ്ങനെ വരും. അത് പൂവാണല്ലോ, ഈശ്വര അവിടെ നിന്നോട്ടെ എന്നൊന്നും വിചാരിക്കരുത്. ചിലർ പറയും കളയാനായിട്ടൊരു വിഷമാണെന്ന്. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇലച്ചെടിയല്ലേ, അപ്പോൾ അതിന് ഇലയ്ക്കാണ് ഭംഗി വേണ്ടത്. പിന്നെ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ, മഞ്ഞപ്പ് ബാധിച്ച ഇലകൾ, അതെല്ലാം നമ്മൾ സമയാസമയങ്ങളിൽ മുറിച്ച് മാറ്റിയാൽ മാത്രമാണ് ചെടി ഒരു ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ചെടികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റ് ഔട്ടിലും ബാൽക്കണിയിലും പോർച്ചിലും ഒക്കെ വെച്ചിരിക്കുന്ന ചെടികൾ ഇലകളിലൊക്കെ നല്ല പൊടി പിടിച്ചിരിക്കും എപ്പോഴും. നമ്മൾ ആ പൊടികളൊക്കെ നന്നായിട്ട്
തുടച്ച് കളയണം. എപ്പോഴും നമുക്ക് അവിടേക്ക് വെള്ളം കോരി ഒഴിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചേക്കുന്ന ചെടികളിൽ. അപ്പോൾ ഇലകളിൽ എപ്പോഴും പൊടി ഉണ്ടാവും. അപ്പോൾ പൊടിയെല്ലാം നമ്മൾ നന്നായി തുടച്ച് കളഞ്ഞാൽ മാത്രമാണ് അത് നന്നായിട്ട് ശ്വസിച്ച് ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. ഒരു കാണാനും ഒരു വൃത്തി വേണമല്ലോ ചെടികൾക്ക്, ഭംഗിക്കാണല്ലോ നമ്മൾ ചെടികൾ വളർത്തുന്നത്. അതുകൊണ്ട് അതെല്ലാം മുറ്റത്തേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയാലും മതി. അത് നമുക്ക് അങ്ങനെ പറ്റാത്ത അവസ്ഥയിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. എനിക്ക് പൊക്കി വയ്ക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ജലകളൊക്കെ തുടച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അഗ്ലോണിമ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് പോർച്ചിൽ വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാനുള്ളത്. അതാണ് പോർച്ചിലും ബാൽക്കണിയിലും ഒക്കെ വെക്കേണ്ടത്. ഇളം വെയിൽ കൊള്ളുകയും വേണം കേട്ടോ. ഒട്ടും വെയിലില്ലാത്ത ഇരുട്ടുള്ള സ്ഥലത്തൊന്നും കൊണ്ട് വയ്ക്കരുത്. അഥവാ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമുണ്ട്. ഉള്ളിൽ വെക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, നല്ല പ്രകാശം ചൊരിഞ്ഞ ചെടി എന്ന് പറഞ്ഞ പോലെ നല്ല തെളിച്ചത്തോടു കൂടി നിൽക്കും കേട്ടോ. നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് പറയാൻ വാക്കുകളില്ല, കാരണം ഓരോ ചെടികളെയും ഞാൻ അത്രയ്ക്കധികം സ്നേഹിക്കണോണ്ടാണ് ഇങ്ങനെ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് എന്താ വട്ടാണോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേന്ന്. എനിക്ക് അത്രയ്ക്ക് ചെടികളോടുള്ള ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം അങ്ങനെ പന്നൽ ചെടികളൊക്കെ വെയിൽ അധികം കിട്ടാത്ത സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ ഇലകളൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് പറയുക. വല്ലാത്തൊരു പച്ചപ്പാണ് അതിന്. അതിലേക്ക് നോക്കുമ്പോൾ നോക്കി നിൽക്കാൻ തോന്നും. അതുപോലെ നമ്മൾ സംരക്ഷിക്കണം, എന്നാൽ മാത്രമാണ് പന്നൽ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അതിനൊന്നും ഈ ചെടികൾക്ക്, പന്നൽ ചെടികൾക്കൊന്നും അങ്ങനെ അധികം വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കുക, അത് പരിപാലിച്ചെടുക്കുക എന്നുള്ളതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ. നല്ല കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അത് കഷ്ടമല്ല, നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും ബുദ്ധിമുട്ട് തോന്നില്ല. നല്ല ഇഷ്ടമായിട്ട് തന്നെ എല്ലാം ചെയ്യുക. ചെടികളെ സ്നേഹിക്കുക, സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ഇല്ലാതായി മാറും. എല്ലാ നന്മകളും നമുക്ക് ഈ പ്രകൃതി തന്നെ തരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെടികളെയൊക്കെ സ്നേഹിക്കുക, ജീവജാലങ്ങളെയും സ്നേഹിക്കുക. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ എല്ലാവരും. അപ്പോൾ ചെടികൾക്ക് വെള്ളം, വളം, വെയിൽ ഇതെല്ലാം ക്രമീകൃതമായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടം, ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഇലകളുള്ള ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയുള്ളൊരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ചെടികളെ ഇഷ്ടമില്ലാത്തവരൊക്കെ എത്രയും വേഗം ഇഷ്ടപ്പെടുക കേട്ടോ. എങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത്. അമ്മിണിക്കുട്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിണ്ടനെ പേടിച്ചിട്ടാണ്. ഈ ഇലച്ചെടികളൊക്കെ നിലത്താട്ടോ നിൽക്കണം. എന്ത് ഭംഗിയാണെന്നറിയോ അത് കാരണം. നല്ല കളറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മണ്ണിൽ വീണ് തന്നെത്താനെ മുളച്ചേക്കണതാട്ടോ. സന്തത സഹചാരി ഇവിടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. സന്തത സഹചാരി കൂടെയുണ്ട്. ദേ പോണു. ഒരു ചെറിയ മഴ വന്നാൽ പെട്ടെന്ന് മുളച്ചു വരുന്നൊരു ചെടിയാണ് കേട്ടോ. അത് ലില്ലി ചെടിയാണ് തോന്നുന്നു. അതിൻ്റെ പൂ കണ്ടോ, എന്ത് ഭംഗി, ഒരു ബോള് പോലെയാട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മഴയില്ലാത്ത സമയത്ത് അതിനെ നമ്മൾ കാണുകയില്ല കേട്ടോ. മഴ വരുമ്പോൾ പെട്ടെന്ന് ആ ചെടിയും വരും, പൂവും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ചിണ്ടൻ കുഞ്ഞ് ഓടിക്കളിക്കണം. അമ്മിക്കുട്ടി പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം.